യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 18-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമായിട്ടുള്ള യാത്രയിൽ യേശു ഭാരമേറിയ കുരിശുമായി പലവട്ടം തളരുന്നുണ്ട്, പലവട്ടം വീണുപോകുന്നുണ്ട്, പലവട്ടം യേശുവിൻ്റെ മുട്ടുകൾ പൊട്ടി രക്തമൊലിച്ച് വീണിടത്തിൽ നിന്നും യേശു കുരിശുമായി എഴുന്നേൽക്കുന്നുണ്ട്, വീഴുന്നുണ്ട്. വീണ്ടും ശ്രമിച്ച് വീണ്ടും യേശു എണീറ്റ് കുരിശുമായി കാൽവരി നോക്കി യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താങ്ങുവാൻ, നമ്മെ കരം പിടിച്ചുയർത്തുവാൻ അവൻ ബലഹീനനായി നിലത്ത് വീഴുന്നു. എങ്കിലും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരികയാണ് അവയിൽ നിന്നൊക്കെ എപ്രകാരമാണ് എണീറ്റ് കുരിശിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ആ കുരിശിൽ നിന്നും എങ്ങനെയാണ് ഉയർപ്പിലേക്ക് ഉയർക്കേണ്ടതെന്ന് കാണിച്ചു തരുന്ന ഒരു ദിനം കൂടെയാണ് ഈ നോമ്പുകാലം. പരാജയപ്പെടുമ്പോൾ വീണ്ടും ശ്രമിക്കുവാനും, നഷ്ടപ്പെട്ടാൽ വീണ്ടും പോരാടുവാനും, വീണാൽ വീണ്ടും എഴുന്നേൽക്കുവാനുമായിട്ടുള്ള സന്ദേശം കർത്താവായ യേശു കുരിശിൻ്റെ യാത്രയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവം ഒരിക്കലും നിങ്ങളുടെ ശ്രമങ്ങളെ കാണാതിരിക്കുന്നില്ല. അവൻ നമ്മളെ കാണുന്നുണ്ട്. നമ്മെ സഹായിക്കാൻ, നമ്മെ താങ്ങുവാൻ നമ്മുടെ അരികിലുണ്ട്. ഈ നോമ്പുകാലത്ത് കുരിശിനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.